ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് സ്റ്റാർട്ടപ്പ് ആൻഡ് ഫണ്ടിങ്. നമുക്കറിയാം, ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട് ആയിട്ടുള്ള. അപ്പോൾ ഇത് എങ്ങനെ ബിൽഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്സ് ആണ് ഇത് മുൻകൈ എടുത്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻസിനെ പോലെ ആക്ട് ചെയ്യാനും തിങ്ക് ചെയ്യാനും പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇതിലുള്ളത് തന്നെയാണ് നേച്ചർ റെക്കഗ്നൈസേഷൻ, അതുപോലെ മേക്കിംഗ് ഡിസിഷൻസ്, ChatGPT, അതേപോലെ ഗൂഗിൾ മാപ്സ്, നെറ്റ്ഫ്ലിക്സ് പോലുള്ള ആപ്ലിക്കേഷൻസ്. അപ്പോൾ എന്താണ് സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ? സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പനിയോ മറ്റോ അല്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ കമ്പനി ആയിരിക്കും. ഒരു ചെറിയൊരു ടീം അടങ്ങുന്ന ഒരു സ്മോൾ കമ്പനി ആയിരിക്കും. അത് അവിടുന്ന് ബിൽഡ് ചെയ്യുന്ന വലിയ ഐഡിയാസ്, ഇപ്പോൾ വലിയ സ്റ്റാർട്ടപ്സുകൾ ട്രൈ ചെയ്യാൻ ഭയക്കുന്ന, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന പോലുള്ള പ്രൊജക്റ്റുകളായിരിക്കും ഇവർ എക്സിക്യൂട്ട് ചെയ്യുക. അതിപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓപ്പൺ എ ആണ് ChatGPT ക്രിയേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ പോലുള്ള ചെറിയ സ്മോൾ ടീം വെച്ചിട്ട് വലിയ പ്രൊജക്റ്റുകൾ ബിൽഡ് ചെയ്യാം. അതും ബേസ്ഡ് ഓൺ ദി AI. ഇതാണ് മെയിനായിട്ട് സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് സ്റ്റാർട്ടപ്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ മെയിനായിട്ട് ഒരു ന്യൂ ഐഡിയാസ്, ന്യൂ ഇന്നോവേഷൻസ് ആയിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ആകുന്ന രീതിക്ക് ഓരോ പ്രൊജക്റ്റും ബിൽഡ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ യൂസേഴ്സിനും, എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരെ അഫോർഡബിൾ റേഞ്ചിൽ അത് അവൈലബിൾ ആക്കും. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത്. അതുപോലെ തന്നെ ഇത് ഹെൽത്ത്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, അതുപോലെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ കൂടുതൽ സ്മാർട്ട് ആകാൻ ഇവരെ ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്ന ഡിസീസുകളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു രീതി, അത് വെരി ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ AI യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കിൻ്റെ കേസിൽ വരികയാണെങ്കിൽ, ബാങ്കിൻ്റെ കേസിൽ ഫ്രോഡുകളെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റുഡൻസിന് പെട്ടെന്ന് ലേൺ ചെയ്യാൻ പറ്റും. അതുപോലെ ലോട്ട് ഓഫ് റിസോഴ്സസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിലേക്ക് നോക്കി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസിന് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. ഇത് ഫണ്ടിങ്ങിൻ്റെ കേസിലാണ്. അപ്പോൾ എന്താണ് ഫണ്ടിങ്, വാട്ട് ഈസ് ഫണ്ടിങ് എന്ന് പറയുന്ന കേസിലാണെങ്കിൽ, കൂടുതൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുക, എങ്ങനെ ഒരു കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ, അതേപോലെ ഫണ്ടിങ് കിട്ടുന്ന ഒരു രീതിയാണ് എന്താണ് ഈ സ്റ്റാർട്ടപ്സിൽ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് എന്തായാലും ബിഗിനിങ് സ്റ്റേജിൽ മെയിനായിട്ട് ഒരിക്കലും എന്തെങ്കിൽ ചെറിയ തോതിലൊരു മണി ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ബട്ട് അല്ലാത്ത ഒരു പക്ഷം സ്റ്റാർട്ടപ്സിന് ഒരിക്കലും പൈസ ഉണ്ടാവില്ല. അപ്പോൾ അത് എങ്ങനെ റേസ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഫണ്ടിങ് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇത് ഡിഫറെൻറ്റ് രീതിയിലാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് രീതികളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഉള്ളൊരു മെത്തേഡാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളതോ അല്ലെങ്കിൽ ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വെഞ്ചർ ക്യാപിറ്റൽസ് ആണ്. വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണീസ്, നമ്മൾ വലിയ കമ്പനീസ് നമ്മളെ സ്റ്റാർട്ടപ്പിലേക്ക് നമ്മളെ ഐഡിയാസൊക്കെ അവർക്ക് കൺവിൻസ് ആയി കഴിയുന്ന സമയത്ത് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് എന്ന് പറഞ്ഞാൽ. പിന്നുള്ളതാണ് ഗവൺമെന്റൽ ഗ്രാൻസ്. ഗവൺമെന്റ് ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗവൺമെന്റ് പല രീതിക്കും ഇപ്പോൾ AI ആയിട്ടുള്ളതും ഇന്നോവേഷന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുണ്ടാവും. അങ്ങനത്തെ ഓരോ പ്രോഗ്രാംസിനെയാണ്
ഈ ഗവൺമെന്റ് ഗ്രാന്റ്സ് എന്ന് പറയുന്നത്. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മണി പബ്ലിക്കിൽ തന്നെ ഓൺലൈനായിട്ട് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. സ്റ്റേജ് ഓഫ് ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ ഫണ്ടിങ്ങിൻ്റെ സ്റ്റേജിൽ പലതരത്തിലുണ്ട്. ഇപ്പോൾ ഈ ഓരോ ടൈപ്പാണ്, ഓരോ സ്റ്റേജിലാണ് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുക ഓരോ കമ്പനിക്ക് വേണ്ടി. ഇപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു ബിഗിനിങ്ങിൽ നമുക്കൊരു ഐഡിയ കിട്ടുന്ന ആ ഒരു ബേസിക് പ്രോട്ടോടൈപ്പ് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് റൈസ് ചെയ്യുന്ന ഫണ്ടിന് പറയുന്നതാണ് പ്രീ സീഡിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ അറൗണ്ട് ഓഫ് 5 to 20 lakhs ഓളം ഫണ്ട്, ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് സീഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ടെസ്റ്റ് ചെയ്തതിലും ഒരു മാർക്കറ്റിലേക്ക് ഇറക്കുന്ന രീതി, ആ സമയത്ത് നമ്മൾ നോക്കുന്ന ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആ സമയത്ത് ആരും ഇൻവെസ്റ്റ് ചെയ്യുക? ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ് മെയിനായിട്ട്. ഒരു സ്മോൾ ആയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ആയിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അറൗണ്ട് ഒരു 100 lakhs അത് ആ ഫണ്ട് വരിക. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് എ സ്റ്റേജ് എന്ന് പറയുക. സീരീസ് എ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ പ്രൊഡക്റ്റ് അത് യൂസേഴ്സിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റേജിൽ ആ പ്രൊഡക്റ്റ് ഓൾറെഡി ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടി മോർ യൂസേഴ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് സമയത്താണ് ഈ സീരീസ് എ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് എ സ്റ്റേജിൽ മെയിനായിട്ട് ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് തന്നെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു അറൗണ്ട് 1 to 10 crores ഒരു എക്സ്പെക്ട് ചെയ്യാം ആ ഒരു ഫണ്ടിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സീരീസ് ബി ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേജാണ്. അത് പറഞ്ഞാൽ നമ്മളെ കമ്പനി ഒരു നമ്മളെ ചുറ്റുവട്ടങ്ങളിലെ എല്ലാ യൂസേഴ്സിനും അതുപോലെ കുറച്ച് സ്കെയിലായിട്ടുള്ള ഒരു കമ്പനി ആയിട്ടുണ്ടാവും. ആ സ്റ്റേജിൽ നമ്മളെ പ്രൊഡക്റ്റ് ഒരുവിധം എല്ലാ യൂസേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് ഒരു ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ലിഫ്റ്റ് ചെയ്യുന്നൊരു സമയത്തിന് പറയുന്ന ഇതാണ് സീരീസ് ബി ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും കൂടുതലും ലാർജ് ആയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് ബിഗ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും വരിക. അപ്പോൾ അതൊരു 10 to 100 crore ലെവൽ ഓഫ് ഫണ്ടായിരിക്കും വരിക. അപ്പോൾ ഏർലി സ്റ്റേജിൽ ഇതാണ് ഒരു സ്റ്റേജസ് ഓഫ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ ഇതിനും ചാലഞ്ചസുകളുണ്ട്. മെയിനായിട്ട് ഈ സ്റ്റാർട്ടപ്സിനുള്ള ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള GPUs വേണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് റൺ ചെയ്യണമെങ്കിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള GPUs വേണം. അതിന് തന്നെ മോർ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഡാറ്റ പ്രൈവസി, എത്തിക്സ്, അതുപോലെ കോമ്പറ്റീഷൻ. മെയിനായിട്ട് നമ്മൾ വലിയ കമ്പനീസുമായിട്ടാണ് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുക. ഗൂഗിള്, മൈക്രോസോഫ്റ്റ് ഇവർ ഓൾറെഡി ഈ ഡൊമൈനിൽ തന്നെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനീസാണ്. അപ്പോൾ നമ്മൾ ഓരോടായിട്ടായിരിക്കും ആ ജയൻ്റ് ആയിട്ടുള്ള കമ്പനീസുമായിരിക്കും നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് ആണ്. ഫണ്ടിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചാലഞ്ചസ് ഒക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും മെയിനായിട്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് സ്റ്റാർട്ടപ്സ് ബെനിഫിറ്റ് ചെയ്യുക? അപ്പോൾ AI എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ജനറലൈസ് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലോ, ബിസിനസ് എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് AI എന്ന് പറഞ്ഞാൽ വിൽ ഹെൽപ്പ് സ്മോൾ സ്റ്റാർട്ടപ്സ് ഗ്രോ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. സ്മോൾ സ്റ്റാർട്ടപ്സിനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി ഇൻ ദി ഫ്യൂച്ചറും ആണെങ്കിലും ഗവൺമെൻറ്റും ഇൻവെസ്റ്റേഴ്സും വളരെയേറെ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഇന്നോവേഷനിൽ
സപ്പോർട്ട് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അതും വലിയൊരു ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നതാണ്. AI startups are small companies with big ideas, and they use artificial intelligence change how the world works, and the funding is the power to turn them dream into reality. In the future, we will see many new AI-powered innovation create by such as startups. Okay, thank you.